മക്കളെ നമ്മൾ വലിയ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ വീഡിയോയിലേക്ക് പോവാണ്. നമുക്കറിയാം LDC ലിസ്റ്റ് വന്നു. ഒരുപാട് പേർക്ക് ലിസ്റ്റ് കിട്ടി. കുറേ പേർക്ക് അല്ലെങ്കിൽ കുറേ പേരെ പ്രതീക്ഷിച്ചതുപോലെ റാങ്ക് വന്നിട്ടില്ല. പലരും വിളിച്ചു. റാങ്ക് കിട്ടിയവർ വളരെ ഹാപ്പി ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളെ വിളിച്ചു. ഒരുപാട് സ്റ്റുഡൻസ് നമ്മളെ ഇവിടെ ഉണ്ടായിരുന്ന ബാച്ചിലുണ്ടായിരുന്ന ഒരുപാട് പേര് വിളിച്ചു. വളരെ സന്തോഷം. എല്ലാവർക്കും ആദ്യമേ കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ അടുത്ത കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാനിന്ന് വന്നത്. നമുക്കറിയാം കുറച്ച് നോട്ടിഫിക്കേഷൻ വരേണ്ട സമയം, പക്ഷെ ഇപ്പോഴും വന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ ഈ വർഷം അവസാനത്തോടു കൂടി വരാൻ അല്ലെങ്കിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒന്ന് രണ്ട് നോട്ടിഫിക്കേഷൻസിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നത്. 10th 12th ലെവലിൽ വരാൻ പോകുന്ന കുറച്ച് നോട്ടിഫിക്കേഷൻസ്. അല്ല, ഒന്ന് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഒരു കൃത്യമായി പറഞ്ഞാൽ സർക്കാർ ജോലി, പൂർണ്ണമായും സർക്കാരിന്റെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് കയറാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. മറ്റൊന്ന് കമ്പനി ബോർഡ് LGS, അതായത് ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് ആണ്. കമ്പനികൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കമ്പനികളിലും അതുപോലെ തന്നെ ബോർഡുകളിലും LGS ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് കിട്ടുന്ന ഒരു പോസ്റ്റാണ്. ബെവ്കോ LDC നമുക്കറിയാം, ബിവറേജസ് കോർപ്പറേഷൻ്റെ സ്ഥാപനങ്ങളിൽ ഔട്ട്ലെറ്റുകളിലോ അതിൻ്റെ ഓഫീസിലോ LDC പോസ്റ്റിലേക്കും അതുപോലെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഞാനിപ്പോൾ ഈ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യൂണിഫോം പോസ്റ്റ് ഒഴികെയുള്ളതാണ്. യൂണിഫോം പോസ്റ്റ് CPO ഉൾപ്പെടെയുള്ളത് എല്ലാ വർഷവും വരുന്നതുകൊണ്ട് ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് 3 വർഷം നിലനിൽക്കുന്ന ഒരു ലിസ്റ്റിൻ്റെ കാര്യം മാത്രമേ ഞാൻ ഇതിൽ പറയുന്നുള്ളൂ. നോക്കുക, നമ്മൾ ഇതിന് ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഇതിൻ്റെ പ്രൊമോഷൻ എന്താണ്. നമുക്കൊരു ജോലിക്ക് കയറുമ്പോഴത്തേക്ക് ആദ്യം അറിയേണ്ട ഒരു കാര്യമല്ലേ, എന്താണ് ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യതകൾ നോക്കി കഴിഞ്ഞാൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വലുതായിട്ടൊരു പ്രൊമോഷൻ ഇല്ല. പക്ഷേ അവിടെ ഒരു കാര്യമുള്ളത്, LDC എഴുതി കയറുന്ന ഒരാളാണ് വില്ലേജ് അസിസ്റ്റന്റ് ആയിട്ട് അവിടെ പോകുന്നത്. വില്ലേജ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ആ ഒരാളാണ് LDC എഴുതി കയറി പോകുന്ന ഒരു വ്യക്തി. വില്ലേജ് അസിസ്റ്റന്റിന് പ്രൊമോഷൻ സാധ്യത വളരെ കൂടുതലാണ്. വില്ലേജ് ഓഫീസർ വരെ ആകാൻ സാധ്യതയുള്ള പോസ്റ്റാണ് വില്ലേജ് അസിസ്റ്റന്റ്. എന്നാൽ അതേ ക്വാളിഫിക്കേഷനിൽ എഴുതുന്ന പരീക്ഷയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. പക്ഷെ അത്രത്തോളം പ്രൊമോഷൻ സാധ്യത കുറവാണ്. അത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. കാരണം ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ പറയുന്ന സമയത്ത് വെറുതെ നമ്മൾ അതുണ്ട് ഇതുണ്ടെന്ന് പറയുന്നതല്ല, അതൊരു വളരെ സാധ്യത കുറവാണ്. കമ്പനി ബോർഡ് LGSന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, LGS employees have opportunity for career advancement through department test and promotion. One such avenue is the department test or eligibility from LGS to attender. ഇങ്ങനെയുള്ള സാധ്യതകളും അവിടെയുണ്ട്. എന്നാൽ ബെവ്കോ LDC പറയുമ്പോൾ LDC കഴിഞ്ഞ അടുത്ത UDC ആവാം, ഹെഡ് ക്ലർക്ക് ആവാം, സെക്ഷൻ ഓഫീസർ ആവാം. നമുക്ക് സാധാരണ LDC നമ്മൾ പറയാറുണ്ട്. LDC ലെവലിലുള്ള നമുക്ക് പ്രൊമോഷൻ സാധ്യതകൾ എവിടെയും ഉണ്ടാകാം, ബെവ്കോ LDCയിലും ഉണ്ടാകാം. ഇനി എന്താണ് ജോബ് എന്ന് നമ്മൾ അറിയണം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൊക്കളയരുത്. കാരണം ഇതിൻ്റെ അവസാനം അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഓരോരുത്തരും കേൾക്കണം. വെറുതെ നമ്മൾ പറഞ്ഞു പോകുന്നതല്ല ഇത്. ഗവൺമെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ, ഞാൻ പറഞ്ഞല്ലോ, നേരിട്ട് സർക്കാർ സ്ഥാപനത്തിലേക്കുള്ള ജോലിയാണ്. അത് പറയുമ്പോൾ ഒരു കാര്യവും കൂടി പറയേണ്ടി വരും. നമ്മുടെ VFA ഉൾപ്പെടെ, ബെവ്കോ LD ഉൾപ്പെടെ, കമ്പനി ബോർഡ് LGS ഉൾപ്പെടെയുള്ള കോഴ്സുകൾ ആരംഭിക്കുകയാണ്. 10th കോമൺ ഫ്രീഡം ബാച്ച് ഓഗസ്റ്റ് 15 ആരംഭിക്കുന്നുണ്ട്. അതിന് ഫ്രീഡം ബാച്ച് എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഓഗസ്റ്റ് 15 നമ്മളൊരു ബാച്ച് ആരംഭിക്കുന്നുണ്ട്. പ്രത്യേകത ഇതൊന്നും അല്ല, റെക്കോർഡഡ് ബാച്ച് ആണ് എന്നുള്ളതാണ്. പ്രിലിംസ് മെയിൻസ് കൂടെ ഉള്ളത്. പ്രിലിംസ് മെയിൻസ് നമുക്ക് സാധ്യത ഉണ്ടാവാം, അത് ഞാൻ വരുന്നുണ്ട് വീഡിയോയിൽ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ കൊടുക്കുന്ന പോലെ ഡെയിലി വീക്കിലി ടെസ്റ്റുകൾ, കറണ്ട് അഫയേഴ്സ്, ഇതുള്ള കാര്യങ്ങളെല്ലാം ആ ക്ലാസ്സിൽ ഉണ്ടാവും. ഇനി അടുത്തത് കമ്പനി ബോർഡ് LGSനാണെന്നുണ്ടെങ്കിൽ സർക്കാർ അധിഷ്ഠിത ബോർഡുകളിലും അതുപോലെ തന്നെ കമ്പനികളിലും, ഇപ്പോൾ നമ്മൾ KSFE, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് എന്ത് കിട്ടാം? LGS പോസ്റ്റ് കിട്ടാം. ബെവ്കോ LDC അടുത്ത പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷനിലാണ് ബെവ്കോ LDC വരുന്നത്. അതിനും അതിൻ്റെതായ, അല്ലെങ്കിൽ അതൊരു കോർപ്പറേഷനാണ്. കോർപ്പറേഷൻ, പൂർണ്ണമായിട്ട് കോർപ്പറേഷൻ എന്ന് പറയാൻ പറ്റില്ല, ബിവറേജസ് കോർപ്പറേഷൻ എന്നുള്ളത്. എന്നാൽ സർക്കാർ, പൂർണ്ണമായും സർക്കാർ സ്ഥാപനം എന്ന് പറയുന്നത് ഏതാണ്? വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ്. ഇനി നമുക്ക് ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനും നോക്കാം. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് OBC SC കാറ്റഗറിക്ക്. അതിനനുസരിച്ചിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഇതിനുമുണ്ട്. SSLC ആണ് ബെവ്കോ LDCക്കും അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിനുമാണെങ്കിൽ കമ്പനി ബോർഡ് LGSന് 7ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. മാത്രമല്ല, നമ്മൾ സാധാരണ വേരിയസ് LGS എഴുതുമ്പോഴത്തേക്കും ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റില്ല. പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രശ്നമില്ല, ഡിഗ്രിക്കാർക്കും എഴുതാം. കമ്പനി ബോർഡ് LGS ഡിഗ്രിക്കാർക്കും എഴുതാം എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്ലിക്കൻസിൻ്റെ എണ്ണവും കൂടാം. ഇനി റാങ്ക് ലിസ്റ്റ് നോക്കാം. കേരള PSC LGS കമ്പനി ബോർഡ് നിലവിൽ വന്നത് ജനുവരി 12, 2024. അപ്പോൾ 2027 ജനുവരി മാസം 11 തീയതി, 2027 ജനുവരി മാസം 11 തീയതി ലിസ്റ്റ് തീരും. ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. 2024 ഫെബ്രുവരി 6 ബെവ്കോ LDC വന്നത്. അപ്പോൾ ഫെബ്രുവരി 5,
2027 ഈ ലിസ്റ്റും അവസാനിക്കും. ഇനി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് 2023 ഡിസംബറിൽ, അത് 2026 ഡിസംബർ 21, എല്ലാം 1 മാസം 2 മാസത്തെ വ്യത്യാസത്തിൽ വന്ന ലിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ മൂന്നിന്റെയും പരീക്ഷകളും ഇതിന്റെ മൂന്നിന്റെയും നോട്ടിഫിക്കേഷനും ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പ്രിലിംസ് ഉണ്ടോ അല്ലെങ്കിൽ മെയിൻസ് മാത്രമാണോ എന്നുള്ളത് ആലോചിക്കുക. ഈ പരീക്ഷകൾ മുമ്പ് നടന്ന സമയത്ത് നമുക്കറിയാം, ആ സമയത്ത് LD ഉൾപ്പെടെയുള്ളത് എല്ലാത്തിനും പ്രിലിംസ് മെയിൻസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം LDക്ക് മെയിൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പ്രിലിംസ് ഇല്ല. അതുകൊണ്ട് ഇതിനെല്ലാം മെയിൻസ് മാത്രമേ ഉണ്ടാകൂ എന്ന് പറയാൻ പറ്റില്ല. പ്രിലിംസ് ഉണ്ടാവാം. എങ്കിലും ഇപ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു നവംബർ ടു ഡിസംബറിലായിരിക്കും ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത. ചിലപ്പോൾ അതിന് മുമ്പും വരാം. എങ്കിലും ഒരു നവംബർ ഡിസംബർ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ മെയ് ടു ജൂലൈ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? എക്സാം പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു പ്രിലിംസ് കൂടി വരികയാണെങ്കിൽ അതിനൊരു ടൈമില്ല. കാരണം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലുള്ള പോസ്റ്റുകൾ ഡിസംബറിൽ എന്ത് വരണം? ലിസ്റ്റ് നിലവിൽ വരണം. അപ്പോൾ അത് കഴിഞ്ഞ് പ്രിലിംസ് കഴിഞ്ഞ് പിന്നെ മെയിൻസ് നടത്തി അതിന്റെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് പിന്നെ അതിന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഡിസംബറിന് മുമ്പ് അത് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്താവാം? മെയിൻസിനായിരിക്കാം സാധ്യത കൂടുതൽ ഈ 3 പരീക്ഷകളും. ഇനി പ്രിലിംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, പ്രിലിംസിന് നമുക്കറിയാം മലയാളവും ഇംഗ്ലീഷും ഇല്ല, മാത്സ് ഉണ്ട്, ബാക്കി സബ്ജക്റ്റുകളെല്ലാം അതുപോലെ ഉണ്ട്. മലയാളവും ഇല്ല, ഇംഗ്ലീഷും ഇല്ല. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ബാക്കി സബ്ജക്റ്റുകൾ മലയാളം ഇംഗ്ലീഷ് നമ്മൾ അവിടെ പഠിക്കുന്നില്ല, നമ്മൾ പ്രിലിംസിന് വേണ്ടിയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ബാക്കി സബ്ജക്റ്റുകൾ നമ്മൾ പഠിക്കേണ്ടത് മെയിൻസിന് കൂടി വേണ്ടിയിട്ടായിരിക്കണം. മെയിൻസ് എക്സാമിന് മുമ്പ് നമ്മൾ ഇത് പഠിക്കുന്ന രീതി ആയിരിക്കില്ല, റിവൈസ് ചെയ്യുന്ന രീതി ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റഡി ഫോർ മെയിൻസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത്, ബെവ്കോ LDC ഉൾപ്പെടെ, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഉൾപ്പെടെ, കമ്പനി ബോർഡ് LGS ഉൾപ്പെടെ നോട്ടിഫിക്കേഷൻ വരേണ്ട സമയമായി ഇതുവരെ വന്നിട്ടില്ല. ഉറപ്പായും നമുക്കൊരു 3 മാസത്തിനകത്ത് പ്രതീക്ഷിക്കാം. ഇപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നതുകൊണ്ട്, അതല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അത് കണക്കാക്കി എക്സാം വരുന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നോട്ടിഫിക്കേഷൻ വരിക ഉറപ്പാണ്. അപ്പം മെയ് തൊട്ട് ജൂലൈ വരെ നമുക്ക് എക്സാം വരികയാണെങ്കിൽ ഒരു ഡിസംബറിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പ്രധാനമായും നിങ്ങളോട് പറയേണ്ടത്, LD പോയി അല്ലെങ്കിൽ LGS എനിക്ക് റാങ്ക് ലിസ്റ്റിൽ ഇത്രാമത് റാങ്കാണ്, ഉറപ്പാണ് എനിക്ക് കിട്ടില്ല. LDC ഞാൻ ഇത്രാമതാണ് നിൽക്കുന്നത്, എനിക്കും കിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമന രീതി അനുസരിച്ചിട്ട് എനിക്ക് ഇപ്രാവശ്യം കിട്ടാൻ സാധ്യതയില്ല, എൻ്റെ ജീവിതം പോയി എന്ന് വിചാരിച്ചിരിക്കരുത്. നമുക്ക് കൃത്യമായി പറഞ്ഞാൽ 1 വർഷം കറക്റ്റായിട്ട് സമയമുണ്ട് ഈ പരീക്ഷകൾക്ക് പഠിക്കാൻ. അവിടെയും തീർന്നില്ല, ഇനി പറഞ്ഞു വരുന്നേ ഉള്ളൂ. 1 വർഷം നമുക്ക് സമയമുണ്ട്. ഈ 1 വർഷം ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു പോവുക. നിങ്ങൾ ഓരോ ദിവസവും, ഞാൻ പറയാറുണ്ട് എല്ലായ്പ്പോഴും, എല്ലാ കുട്ടികളോടും പറയുന്നതാണ്, ഓരോ ദിവസവും നമ്മുടേതാണ്. നാളെ ഉണരുന്നത് നമ്മുടെ ദിവസമാണെന്ന് ചിന്തിച്ചിട്ട്, അത് ഞാനൊരു വീഡിയോ ആയിട്ട് അടുത്ത ഉടനെ വരും, എങ്ങനെ നമുക്കൊരു PSC ആസ്പിറന്റ് പരീക്ഷയെ ഫേസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, 1 വർഷം, ആ 1 വർഷം നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു അതിലാണ് കാര്യം. അവിടെ തീരുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബെവ്കോ LDC, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എല്ലാം അടുത്ത ജൂലൈയിൽ എക്സാം. ഓക്കെ, ഫെബ്രുവരി ടു അല്ലെങ്കിൽ ഡിസംബർ ടു ഫെബ്രുവരി നിങ്ങൾക്ക് ലിസ്റ്റ് വരുന്നു എന്ന് വെക്കുക. നിങ്ങൾ ആ ലിസ്റ്റ് കയറി, അവിടെയും തീർന്നില്ല. 2026 ഡിസംബറിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരും LDCയുടെ. കാരണം LDCയുടെ ലിസ്റ്റ് ഈ വർഷം വന്നത് 2025, അത് 2028 വരണമെങ്കിൽ 26 ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന് 27 എക്സാം നടത്തി 28 ലിസ്റ്റ് വരണം. മനസ്സിലായി? അപ്പോൾ 2026 ഡിസംബറോടുകൂടി LDCയുടെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പരാജയപ്പെടുന്ന കാര്യമാണല്ലോ. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ തുടങ്ങി വെക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതോടുകൂടി അവസാനിച്ചില്ല. നമ്മളിപ്പോൾ എഴുതിയത് ലിസ്റ്റിലുണ്ട്, പക്ഷെ നമുക്ക് ജോലി കിട്ടുമോ? അല്ലെങ്കിൽ ലിസ്റ്റിലില്ല, കിട്ടില്ല. ആൾക്കാരുടെ തെറിവിളി കേട്ടു, ഇനി ആൾക്കാരുടെ കുത്തുവാക്കുകൾ ഒരുപാട് കേട്ടു, കളിയാക്കലുകൾ കേട്ടു, ഇതോടുകൂടി PSC മതിയാക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അങ്ങനെ മതിയാക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പോസ്റ്റിനെ കുറിച്ചിട്ടുള്ളൊരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഏറ്റവും അവസാനത്തെ പോയിന്റ് നിങ്ങൾ മസ്റ്റായിട്ട് ഓർത്ത് വെക്കുക, സ്റ്റഡി ഫോർ ദ ജോബ്, നോട്ട് ജസ്റ്റ് ഫോർ പ്രിലിംസ്. പ്രിലിംസ് ഉണ്ടെങ്കിൽ, മെയിൻസ് ഉണ്ടെങ്കിൽ ജോലിക്ക് വേണ്ടി, അത് ഞാൻ വീണ്ടും പറയുന്നു, റാങ്ക് ലിസ്റ്റിൽ കയറാൻ വേണ്ടി അല്ല ആരും പഠിക്കേണ്ടത്. മെയിൻസ് എഴുതുമ്പോൾ അല്ലെങ്കിൽ പ്രിലിംസ് എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കണം? ജോലി കിട്ടുന്നതായിരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വർക്ക് ചെയ്യുക ഇപ്പോൾ മുതൽ.
ജോലി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.